ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിട്ടതും ഗോതമ്പിൻ്റെ പുട്ടുമാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ് മത്തി മുളകിട്ടത് അല്ലേ, എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് മത്തി മുളകിട്ടതും മീൻ മുളകിട്ടതും ഗോതമ്പിൻ്റെ പുട്ടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ ഒരു 3/4 ഭാഗം ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഉള്ളിയും ഇങ്ങനെ ചെറുതായിട്ട് അരിയുക. പിന്നെ തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, എന്നാലും അധികം വലുതും ആവരുത്. ഒരു മീഡിയം സൈസ് 3 തക്കാളിയാണ് ഞാൻ എടുത്തത്. അതിങ്ങനെ 3 എണ്ണം അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി എടുത്തിട്ട് ഇത് 3ഉം കൂടി നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഈ മിക്സിങ്ങിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഉള്ളത്. നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇടാം. ഞാൻ ഉണ്ടമുളകാണ് എടുത്തത്, അപ്പോൾ 3 പച്ചമുളക് ഇതിലേക്ക് ഇടാം. അതിന് ശേഷം കുറച്ച് പുളി ഒഴിക്കാം. പിന്നെ അധികം പുളി ഒഴിക്കണം. 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഭയങ്കര പുളിയാവും. പിന്നെ ചിലവർക്ക് പുളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, അതൊക്കെ വേവല്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടിയും 3 സ്പൂണ് മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ 1 സ്പൂണ് പെരുംജീരകവും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കേട്ടോ. എന്നിട്ട് എന്താക്കുക, നല്ലോണം ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്യാം. എന്നിട്ട് എന്താക്കുക, അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് അത് നല്ലോണം തിളച്ച് വന്നാൽ കുറച്ച് നേരം തിളപ്പിക്കണം. എന്നിട്ട് ഈ തിളച്ച് വന്നിട്ട് ഈ മുളക് ഒഴികെയുള്ള തക്കാളിയും അതൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് എന്താക്കാം, മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമുക്കൊന്നത് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നാലും കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അങ്ങനെ വെള്ളം പോലെ ആവാതെ കറി ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഉള്ളിയും തക്കാളിയൊക്കെ, മുളക് എടുക്കണ്ട, ഉള്ളിയും തക്കാളിയും മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ചൂടുണ്ടാവും. കുറച്ചൊന്ന് ചൂട് ആറിയിട്ട് മിക്സിയിൽ അടിച്ചാൽ മതി. നല്ലോണം മിക്സിയിൽ അടിക്കാം. നല്ല ഫൈനായിട്ട് അടിയണമെന്നില്ല, എന്നാലും കുറച്ചൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കരിവേപ്പിൻ്റെലയും ചപ്പും ഇടാം. എന്നിട്ട് മീൻ അതിലേക്ക് ഇടാം. മീൻ ഇടുന്ന വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ മിസ്സായിക്കണം തോന്നണേ. മീൻ തിളച്ചതിന് ശേഷം 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ കറി റെഡി. ഇനി നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കുന്നതാണ്. നമ്മളെ കയ്യിൽ ആട്ടൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് കുറച്ച് അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളെ വീട്ടിൽ ചോറുണ്ടാവുമല്ലോ, കുറച്ച് ഉപ്പിടാം. എന്നിട്ട് അതിൻ്റെ ശേഷം കുറച്ച് ചോറെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് മിക്സിയിലടിക്കുക. എന്നിട്ട് എന്താക്കുക, നമ്മുടെ പുട്ടിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ചോറിങ്ങനെ കുറച്ച് ആഡ് ചെയ്താൽ അതിങ്ങനെ മെല്ലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചോറ് തന്നെ ആഡ് ചെയ്തിട്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചോറ് തന്നെ ഇട്ടാൽ തന്നെ ഇതിങ്ങനെ നല്ല ഇതങ്ങനെ കണ്ടോ, ഇതാണ് പുട്ടിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, അതിങ്ങനെ ഒട്ടണത്. എന്നിട്ട് എന്താക്കുക, നമുക്കത് പുട്ടുണ്ടാക്കുന്നത് പിന്നെ ഇനി എല്ലാവർക്കും അറിയാലോ. പിന്നെ ഈ ഗോതമ്പ് പുട്ടിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും.
ആണ് നമ്മൾ ഗോതമ്പിൻ്റെ പുട്ട് റെഡി. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാവും. അതേപോലെ തന്നെ കറിയും റെഡി. നല്ല മത്തിക്കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ അവസാനം കറി തീർന്നപ്പോൾ ഞാൻ ആ ചട്ടിയിലിട്ടിട്ട് തന്നെ കുറച്ച് പുട്ടിട്ട് കഴിച്ചതാണ്. എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ? എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ആ ലാസ്റ്റ് ആ കറിയിലിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.